ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വല്യമാമയും അമ്മയും ഇല്ലാതെ കുഞ്ഞിയുടെ താലികെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വല്യമാമ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ എല്ലാവരുടെയും മുഖത്ത് കാണാം. ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സരസ്വതി ടീച്ചറും ശിവരാമൻ ചേട്ടനെ കാണാഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട്. റജി വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന വല്യമാമ താൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക. കനിയാണേൽ ജോണിനെ കിട്ടാഞ്ഞ് ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് വിഷ്ണുവും സംശയത്തോടെ അവിടെയെല്ലാം നടക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന റജിയുടെ അടുത്തേക്ക് അമ്മച്ചി വന്നിട്ട് അപ്പച്ചൻ എന്തിയെന്ന് ചോദിക്കുക. അപ്പച്ചൻ വരുന്നുണ്ട് അമ്മച്ചി, എന്തോ സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയതാ എന്നവൻ പറയണ കേട്ട് ആശ്വാസത്തോടെ എൻ്റെ കർത്താവേ, ഉള്ള ജീവൻ അങ്ങ് പോയി എന്നവർ പറയുമ്പോൾ റജി അമ്മച്ചിയും കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവുക. ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മദനൻ സാറും കമലാക്ഷി ടീച്ചറും തങ്ങളുടെ സ്ഥിരം പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. താലി കയറി കഴിഞ്ഞു. ഇനി വീണയൊന്ന് അടങ്ങും. ഈ താലി എന്ന് പറയുന്നത് മൂക്കുകയർ പോലൊരു സാധന. കമലാക്ഷി ടീച്ചർ പറയുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ താലി കയറിയുണ്ടൊന്നും കാര്യമില്ല, കെട്ടുന്ന ചെറുക്കനെ ചുണ വേണം, വരച്ച വരെ നിർത്താൻ പഠിക്കണം എന്ന് മദനൻ സാർ പറയുമ്പോൾ പുറകിലിരിക്കുന്ന സുനിയും അത് മദനൻ സാർ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയാ. അപ്പോഴേക്കും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് മദനൻ സാറും കമലാക്ഷി ടീച്ചറും സുനിയും കൂടി അവരുടെ പുറകെ ഓടുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം തിക്കി തിരക്കി സുനിയും മദൻ സാറും കമലാക്ഷി ടീച്ചറും കൂടി ഭക്ഷണ ഹാളിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുക. അവർ അവിടെ നിൽക്കണ പയ്യനോട് തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും ഭക്ഷണം മുഴുവൻ വിളമ്പിക്കഴിഞ്ഞാലേ തുറക്കുള്ളെന്ന് അവൻ പറയുന്നുണ്ട്. ആൾത്തിരക്ക് കണ്ടിട്ട് കല്യാണം വിളിച്ചെന്നും പറഞ്ഞ് നാട്ടുകാർ മൊത്തം ഇങ്ങ് പോന്നോന്ന് മദനൻ സാർ ചോദിക്കുമ്പോൾ ജില്ല മൊത്തം വിളിച്ചെന്ന് തോന്നുന്നു സുനിയും പറയാം. അപ്പോഴേക്കും ഫോട്ടോഗ്രാഫറും അവരെ തിക്കി തിരക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനായി മുന്നിലേക്ക് വരുന്നുണ്ട്. തള്ളാതെ കാലിൽ ചവിട്ടാതെ മാറങ്ങോട്ട് എന്ന് മദനൻ സാർ അവനോട് പറയുമ്പോൾ കഷ്ടപ്പാടോടെ ഫോട്ടോ എടുത്ത കാര്യം അവൻ പറയുന്നുണ്ട്. നീ ഇവിടെ കിടന്ന് വിശന്ന് ചാവണം, എന്നിട്ട് ഞങ്ങൾ പ്രാകുന്ന പോലെ നീയും പ്രാകണം. സദ്യ എല്ലാം സെറ്റാവട്ടെ, ഒന്ന് മാറി നിൽക്ക് എന്ന് മദനൻ സാർ പറയുമ്പോൾ അവൻ 2 ഷർട്ട് ഇട്ടിട്ട് വന്നേക്കുവാ മാറി മാറി തിന്നാൻ എന്ന് കമലാക്ഷി ടീച്ചറും കൂടി പറയുമ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ഒരു ഫോട്ടോ എടുത്ത് ആൽബത്തിൽ വെക്കാമെന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ എടുക്കാൻ നോക്കുക അവൻ. ഈ ഫോട്ടോ ആൽബത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വെക്കണം. മദനൻ സാർ ഈ ആൽബത്തിന്റെ ഐശ്വര്യമെന്ന് കയറ്റി വെച്ചോ, നിനക്ക് നല്ല അഭിപ്രായം കിട്ടും എന്ന് മദനൻ സാർ അവനോട് തട്ടിക്കയറുന്നുണ്ട്. ആദ്യ പന്തിയിൽ തന്നെ സദ്യ കഴിക്കാനായി കാത്തു നിൽക്കുന്ന മദനൻ സാർ അപ്പോൾ നമ്മൾ കല്യാണത്തിന് വന്ന നമ്മുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ സദ്യ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാന്നാ, പിന്നെ ചെറുക്കനും പെണ്ണിനെയും ഒന്ന് അനുഗ്രഹിക്കണം, ഇത് രണ്ടും വെടിപ്പായിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ രണ്ടാമത് പറഞ്ഞതിനോട് താൻ അത്ര യോജിക്കുന്നില്ലെന്ന് കമലാക്ഷി ടീച്ചർ പറയാ. രണ്ടാമത്തേത് ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ തിന്നാൻ വന്നതെന്നേ അവർ വിചാരിക്കത്തുള്ളൂ. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കളരിക്ക് തന്നെ നമ്മൾ കയറണം, അല്ലെങ്കിൽ ആള് കൂടുന്നത് പോലെ സാമ്പാറിനകത്ത് വെള്ളം കയറ്റി മോരും സാമ്പാറും ഒക്കെ വെള്ളം കയറ്റി മൊത്തം ലൂസാവും. മദനൻ സാർ പറയുമ്പോൾ അത് ശരിയാണെന്ന് കമലാക്ഷി ടീച്ചറും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അയഞ്ഞു നിൽക്കരുത്, ആദ്യ കളരിക്ക് തന്നെ നമ്മൾ അങ്ങ് കയറിയേക്കണം. മദനൻ സാർ പറയുമ്പോഴേക്കും സുനി ഗേറ്റിൽ നിൽക്കുന്ന പയ്യനോട് തുറക്കടാന്ന് ഒച്ച വെക്കുന്നുണ്ട്. അവിടെ കനി അപ്പോഴും ജോണിനെ കാണാഞ്ഞ് ജോണിന്റെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാർ ഓടിച്ചോണ്ടിരിക്കുന്ന ജോൺ മൊബൈൽ റിങ് ചെയ്യണ കണ്ട് എടുത്തു നോക്കി. വല്യമ്മേ കനികയാണെന്ന് പറയുമ്പോൾ എടുത്തു നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് വല്യമ്മ. ജോൺ ഫോൺ എടുക്കുമ്പോൾ കനി എവിടാണെന്ന് ചോദിക്കുന്നുണ്ട്. സാധനം വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒരിടത്ത് കുടുങ്ങിപ്പോയി, ഇപ്പോൾ അങ്ങെത്തും, ഞാൻ ഡ്രൈവിലാണെന്നും പറഞ്ഞ് ജോൺ കോൾ വയ്ക്കുക. ജോണിനെ വിളിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ ഹോ സമാധാനമായി എന്ന് കനിയും പറയുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഫോട്ടോഗ്രാഫർ കനിയുടെ അടുത്ത് വന്ന് കുട്ടി ഒരു ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ ഒന്ന് പൊക്കേ, തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, സോറി എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുക. ഇത് കാണുന്ന ഫോട്ടോഗ്രാഫർ ഇതെന്താ എല്ലാവരും ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കല്ലു അപ്പോൾ ഡ്രസ്സിംഗ് റൂമിലിരിക്കുന്ന വീണയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അവളോട് വീണ വല്യമ്മയും ജോൺ ഏട്ടനും വന്നൊന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കുഞ്ഞ, കനിക്കുഞ്ഞ് നോക്കാൻ പോയിട്ടുണ്ട് എന്ന് കല്ല് പറയുമ്പോഴേക്കും വീണയുടെ BEd ബാച്ചിലെ 2 കൂട്ടുകാരികൾ അങ്ങോട്ട് വരിക. വീണയെ കണ്ടവർ എന്താടി നിനക്കൊരു ഗൗരവമെന്ന് ചോദിക്കുക. ഗൗരവമൊന്നുമല്ല, ടെൻഷനാണെന്ന് അവൾ പറയുമ്പോൾ നിനക്കോ, ഒന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുന്നുണ്ട്. നമ്മുടെ BEd ബാച്ചിലെ ആദ്യം ജോലി കിട്ടിയത് നിനക്കാ, അതിൻ്റെ ചെലവ് ഇതുവരെ കിട്ടിയില്ലെന്ന്
അവർ പറയുമ്പോൾ ഡൈയിങ് ഹാർഡ്നെസ്സിൽ കിട്ടിയ ജോലിക്കും ചെലവ് ചെയ്യണമെന്ന് വീണ തിരിച്ചു ചോദിക്കുക. എന്നിട്ട് അവർ വീണയ്ക്കൊപ്പം നിന്ന് സെൽഫിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്ത് കൺഗ്രാസും പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുക. അപ്പോഴേക്കും വീണ അവിടെ നിന്ന് അമ്മയുടെ ഒഴിവിൽ കിട്ടിയ കണ്ണറ്റിങ്കര സ്കൂളിലെ ജോലിയിലേക്ക് വല്യമാമയുടെ കൂടെ ആദ്യമായി പോയത് ഓർത്തെടുക്കുക. അപ്പോഴേക്കും ജോണിൻ്റെ കാർ വല്യമാമയും കൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്തെത്തിയിരുന്നു. കാർ നിർത്തിയപ്പോഴേക്കും വിഷ്ണു വന്ന് ഈ മുഹൂർത്ത സമയത്ത് നിങ്ങളിതെവിടെ പോയതാ വല്യമാമയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലില്ലിമാമിയും മക്കളും അങ്ങോട്ടെത്തുന്നുണ്ട്. രാവിലെ നോക്കിയപ്പോഴാ കണ്ടത് തുടച്ചു കെട്ടിയ ഇലയിൽ 150 കുറവ്. സമയത്തിനോടിയ എവിടെ നില കിട്ടാനാ? അതിനിടയിൽ വണ്ടിയൊന്നു തട്ടി നെറ്റി മുറിഞ്ഞു എന്ന് വല്യമാമ പറയുമ്പോഴേക്കും വിഷ്ണു അവിടെ നിന്ന് പോവുക. വല്യമാമ ഡോർ തുറക്കുമ്പോൾ ലില്ലിക്കുട്ടി അടുത്തേക്ക് വന്ന് അയ്യോ മുഖമൊക്കെ മുറിഞ്ഞിരിക്കുവാണല്ലോ, എന്തോ കാലക്കേട് നിൽക്കുന്നുണ്ട്. കല്യാണം കഴിയുന്നവരെ ഓടാൻ നിൽക്കല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിള്ളേരോട് പറഞ്ഞാൽ പോരെ എന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടാ റെജി എന്തായി കാര്യങ്ങളൊക്കെ എന്ന് റെജിയോടായി ചോദിക്കുക. അപ്പച്ച അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ഇനി ഓഡിറ്റോറിയത്തിലെ ചടങ്ങാ. അപ്പച്ചനെ കാണാതിരുന്നതിൽ വീണയ്ക്ക് ശരിക്കും വിഷമമുണ്ടപ്പച്ച എന്ന് റെജി സങ്കടത്തോടെ പറയുമ്പോൾ വല്യമാമ കാറിൽ നിന്ന് ഇറങ്ങാനായി തുടങ്ങുക. റെജി അപ്പോഴേക്കും അപ്പച്ചനെ തടഞ്ഞോണ്ട് ഈ കോലത്തിൽ അങ്ങോട്ടൊന്നും പോണ്ട എന്ന് പറഞ്ഞ് ജിജിയോടായി മെഡിക്കൽ സ്റ്റോറിൽ പോയി മുറിവിനുള്ള മരുന്നും കോട്ടനും വാങ്ങിക്കൊണ്ടുവരാൻ പറയുക. ജോണും കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും അങ്ങോട്ടെത്തുന്നുണ്ട്. മോഹൻ എവിടെയെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ അയാളെ പാക്ക് ചെയ്ത് വിട്ടു. എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാൻ കുട്ടിച്ചൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്, തീരുമാനമാക്കിയിട്ടേ പുള്ളി വരത്തുള്ളൂ എന്ന് ജോൺ പറയുമ്പോൾ ഞാൻ ആരോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഇത്രയും നേരം ആദ്യ കയറി നിൽക്കുമായിരുന്നു, ഇപ്പം ഏതായാലും സമാധാനമായി എന്ന് മേരിക്കുട്ടി ടീച്ചറും ആശ്വാസത്തോടെ പറയുന്നുണ്ട്. കല്ലു അപ്പോൾ ലൈവായി അമ്മാമ്മയ്ക്ക് കുഞ്ഞിയുടെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാമ്മ ലൈവ് ഓഫാക്കി കല്ലുവിനെ വിളിക്കുന്നുണ്ട്. കുഞ്ഞി ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരിയിൽ 2-3 ഫോട്ടോസ് അയച്ചു തരണമെന്ന് അമ്മാമ്മ പറയുമ്പോൾ ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞ് കല്ലു ഫോൺ വയ്ക്കുക. എന്നിട്ടവൾ കുഞ്ഞിയുടെ 2-3 ഫോട്ടോസ് എടുത്ത് അമ്മാമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കല്ലു അയച്ചു കൊടുത്ത കുഞ്ഞിയുടെ കല്യാണ പെണ്ണായി ഒരുങ്ങിയ മനോഹരമായ ഫോട്ടോ കണ്ട് മനസ്സ് നിറഞ്ഞ് ടീച്ചറമ്മ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് ജോൺ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ സോമൻ സാറിനെ അവിടെ കാണുന്നുണ്ട്. അവനെ കാണുമ്പോൾ സോമൻ സാർ കല്യാണ ടീം മുഴുവനും ജോണിനെയും സരസ്വതി ടീച്ചറിൻ്റെ മകനെയും തിരിച്ചറിഞ്ഞെന്ന് പറയുക. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇറങ്ങി വന്നുകൊണ്ടാണെന്ന് ജോൺ പറയുമ്പോൾ അതൊക്കെ അറിയാം, അത്യാവശ്യ സാധനം എന്തെങ്കിലും ആയിരിക്കും ഈ നേരത്തെ ഇല്ലെന്നറിയുന്നത്, അപ്പോൾ പിന്നെ ഇറങ്ങി ഓടാതെ പറ്റില്ലല്ലോ എന്ന് സോമൻ സാർ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്ന് പോവുക. പിന്നീട് വല്യമാമയുടെ കയ്യിലെയും നെറ്റിലെയും മുറിവൊക്കെ മകൻ ജിജി ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ട്രെയിനിങ്ങിന് പോയതിൻ്റെ ശേഷം ജിജിക്ക് വന്ന മാറ്റങ്ങൾ കണ്ടോ ലില്ലിക്കുട്ടിന്ന് വല്യമാമ ചോദിക്കുക. നിനക്ക് ഇവൻ്റെ കാര്യത്തിലല്ലായിരുന്നോ പേടി, എന്തായാലും ഇവനോടി പട്ടാളത്തിൽ കയറി എന്നൊക്കെ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോഴേക്കും റെജി വന്ന് ചടങ്ങിന് സമയമായെന്ന് പറഞ്ഞ് വല്യമാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ജോൺ ഓഡിറ്റോറിയത്തിൻ്റെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് കനിയെ കാണുന്നത്. എന്താണ് റൈഡർ ചിരിയൊക്കെ ആയിട്ട് എന്ന് ജോൺ ചോദിക്കണ കേട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാലും കേൾക്കും എന്ന് കനി ചിരിച്ചോണ്ട് പറയുക. അതെന്താണെന്ന് ജോൺ ചോദിക്കുമ്പോൾ ഈ കസവും മുണ്ടും ഷർട്ടും സംഗതി എന്തായാലും കളറായിട്ടുണ്ട് പറഞ്ഞോണ്ട് ജോണിനെ ആകെയൊന്ന് നോക്കി അല്ല ആകെ ഒരു ഗുസ്തി കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ, ഹരിച്ചാക്ക് എന്തെങ്കിലും ചുമന്നോന്ന് ചോദിക്കുക. അതുതന്നെയാണെന്ന് അവൻ സമ്മതിക്കുമ്പോൾ എന്തായാലും വിയർത്ത പുരുഷനെ മൊഞ്ചു കൂടുമെന്ന് പറഞ്ഞ് കനി നാണത്തോടെ നിൽക്കുക. ഇത് കണ്ട് സാരി ഉടുത്തു നിൽക്കുന്ന കനിയെ നോക്കി മലയാളി റൈഡർ മങ്കയും കലക്കിയല്ലോ എന്ന് ജോണും പറയുന്നുണ്ട്. എന്നിട്ട് കനിയോടായി ഇനി ഞാനൊരു സത്യം പറയട്ടെ എന്ന് പറഞ്ഞ് ഈ കസവും മുണ്ടും ഷർട്ടും വീണ വാങ്ങി തന്നതാണെന്ന് പറയാം, അതുകൊണ്ട് ഉടുത്തതാ, അല്ലാതെ റൈഡർ പറഞ്ഞോണ്ടൊന്നുമല്ല എന്ന് ജോൺ അവളെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഈ മുണ്ടും ഷർട്ടും ഞാൻ സെലക്ട് ചെയ്താ മാഷേ, ഞാനും വീണയും ഒന്നിച്ചല്ലേ ഇതൊക്കെ വാങ്ങാൻ പോയത്, എന്തായാലും ഒടുവിൽ റൈഡർ തന്നെ ഗോൾ അടിച്ചില്ലേ എന്ന് അവൾ ചോദിക്കണ കേട്ട് ഭയങ്കരം തന്നെ എന്ന് ജോണും പറയുന്നുണ്ട്. ശരി കാണാമെന്ന് പറഞ്ഞ് കനി പോകുമ്പോൾ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ സുന്ദര നിമിഷങ്ങൾ അവിടെ തുടങ്ങുകയാണ്. വിഷമത്തോടെ ഡ്രസ്സിംഗ് റൂമിലിരിക്കുന്ന വീണയുടെ അടുത്തേക്ക് വന്ന് വല്യമ്മയും ജോണേട്ടനും വന്നുവെന്ന് കനി പറയുമ്പോൾ വീണയ്ക്കും സന്തോഷമാവുന്നുണ്ട്. എവിടെ പോയതാ അവരെന്ന് വീണ ചോദിക്കുമ്പോൾ ഇലയോ മറ്റോ തികയാതെ വന്നപ്പോൾ അത് വാങ്ങാൻ ഇറങ്ങിയതാ അവര്, ഇടയ്ക്ക് വണ്ടി ചെറുതായൊന്ന് തട്ടി, അതാ വൈകിയത് എന്ന് കനി പറയണ കേട്ട് പരിഭ്രമത്തോടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്.
അപ്പോഴേക്കും കല്ലു മൊബൈലുമായി അങ്ങോട്ട് വന്ന് അപ്പൂപ്പനെയും ജോണങ്കിളിനെയും കാണാഞ്ഞിട്ട് അമ്മാമ്മ 2-3 തവണ വിളിച്ചു. ടെൻഷനോടെ പറയുമ്പോൾ അവരെത്തിയെന്ന് കനി പറയുമ്പോൾ അവൾ അമ്മാമ്മയെ വിളിക്കാനായി തുടങ്ങുക. അമ്മാമ്മേ, അപ്പൂപ്പനും ജോണങ്കിളും വന്നു. അവര് പുറത്തെന്തോ സാധനം വാങ്ങിക്കാനായി പോയതാ എന്ന് കല്ല് പറയുമ്പോൾ ആണോ, ഞാൻ എന്തൊക്കെയോ പേടിച്ചു പോയി. മുഹൂർത്തം തുടങ്ങുമ്പോൾ ലൈവ് ഇടണേ. അമ്മാമ്മ പറയുമ്പോൾ കല്ലു അത് സമ്മതിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്യുക. അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വരുന്ന വല്യമാമയെ കണ്ട് വീണ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്നെ വിട്ട് ഇങ്ങനെ പോയി കളയല്ലേ വല്യമാമേ. താലികെട്ട് സമയത്ത് വല്യമാമയും ജോണേട്ടനും ഇല്ലാഞ്ഞത് എനിക്ക് എന്ത് വിഷമായിന്നറിയോ എന്നവൾ സങ്കടത്തോടെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വന്നിട്ട് ഇറങ്ങി ഓടേണ്ടി വരുന്നതല്ലേ. നീ എന്നോട് ക്ഷമിക്കുക. സന്തോഷിനെ കുഞ്ഞിയെ കൈ പിടിച്ചു കൊടുക്കാൻ ഞാനുണ്ടിവിടെ നല്ല സ്ട്രോങ് ആയിട്ട് എന്ന് വല്യമാമ പറയുമ്പോഴേക്കും വീണ അദ്ദേഹത്തിൻ്റെ മുറിവുകളൊക്കെ നോക്കി വല്യമാമയുടെ നെറ്റിയും കൈയും ഒക്കെ മുറിഞ്ഞൊന്ന് ചോദിക്കുക. അതേ, ഇല എടുക്കാൻ പോയപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് പാളി, ചെറിയൊരു പോറല, അത് സാരമില്ല. കുഞ്ഞ് നല്ല സന്തോഷമായിട്ട് നല്ല കുട്ടിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആകെയൊന്ന് നോക്കി, അല്ല ഈ സാരിയിൽ കുഞ്ഞിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാ. കേട്ട് ചിരിച്ചോണ്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ വല്യമ്മ വെറുതെ പറയണതല്ലേന്ന് കുഞ്ഞ് ചോദിക്കുക. ഉള്ളത് പറഞ്ഞതാ മോളെ, ഈ സാരിയിലെ കുഞ്ഞിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് വല്യമ്മ വീണ്ടും സ്നേഹത്തോടെ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വല്യമ്മയെ കെട്ടിപ്പിടിക്കുക. പിന്നീട് ജോണും വല്യമ്മയും മിഥുൻ സാറും സോമൻ സാറും എല്ലാം കൂടി ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും വരനായ സന്തോഷിനെയും ആനയിച്ചുകൊണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഓഡിറ്റോറിയത്തിന്റെ മുൻനിരയിൽ തന്നെ നമ്മുടെ നീന ടീച്ചറും മോളി ചേച്ചിയും എല്ലാം ഇരിപ്പുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മണ്ഡപത്തിലേക്ക് കയറുന്ന സന്തോഷ് മണ്ഡപത്തിനെ വലം വെച്ചുകൊണ്ട് സദസ്സിനെ വന്ന് വണങ്ങി മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുക. പൂജാരി അപ്പോൾ പെൺകുട്ടിയെ വിളിക്കാൻ പറയുമ്പോൾ വല്യമാമ കുഞ്ഞിയെ വിളിക്കാനായി പറയുക. കുഞ്ഞിയെയും അപ്പോൾ എല്ലാവരും കൂടി മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നുണ്ട്. വല്യമാമ അപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മണ്ഡപം വലം വെപ്പിച്ച് സദസ്സിനു നേരെ കൊണ്ടുവന്ന് കൈകൂപ്പി വണങ്ങുന്നുണ്ട്. മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ദക്ഷിണ കൊടുത്തവൾ വല്യമാമയുടെ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.